Okay, good morning students. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് അതർ ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റി. അതിൽ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ആൻഡ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ നോർമലി നമ്മൾ ചെയ്തിരുന്ന ഡാറ്റ മെസ്സേജ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലാതെ സെൻഡർ റിസീവർ സൈഡ് ഓതൻറ്റിക്കേഷൻ എങ്ങനെ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ആൻഡ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എങ്ങനെ നോക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എവിടെയാണ് അപ്ലൈ ചെയ്യുക, അതേമാതിരി മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എവിടെയാണ് അപ്ലൈ ചെയ്യുക, ഈ കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി, വാട്ട് ഈസ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി മീൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സംടൈംസ് വി നോ നീഡ് ടു സെക്യൂർ അവർ ഡാറ്റ. ദർ ഈസ് നോ സീക്രസി ഇൻ അവർ ഡാറ്റ. But we have to do our messages in a proper manner. When a sender send the messages in a particular format, in that format we have to follow that format. ഓക്കെ, അത് ആ സ്ഥലത്ത് നമുക്ക് ഒരു എൻക്രിപ്ഷൻ്റെയോ ഡീക്രിപ്ഷൻ്റെയോ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആ പ്രോപ്പർ ഫോർമാറ്റിലായിരിക്കണം. നമ്മളിപ്പോൾ പറയുന്നില്ലേ 7 layers ഓഫ് നെറ്റ്വർക്ക്, വി ഹാവ് ടു ഫോളോ ദാറ്റ് പർട്ടിക്കുലർ ഓർഡർ 1 to 7 or 7 to 1. ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ ചില കേസിൽ നമുക്ക് അങ്ങനെ വരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സംബഡി റൈറ്റ്സ് ദ വിൽ. അയാളുടെ ഇത് എഴുതി വെക്കുകയാണ്, എന്താ പറയുക, ഇങ്ങനെ സ്വത്ത് ഭാഗം വെക്കുന്നത് നമ്മൾ എഴുതി വെക്കില്ല, വില്ല് എഴുതി വെക്കില്ലേ. അപ്പോൾ വില്ല് എഴുതി വെക്കുമ്പം അയാളുടെ മരണശേഷം അയാളെ സ്വത്തുക്കൾ അയാളുടെ മക്കൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വില്ല് എഴുതി വെക്കുമ്പം ആ വില്ലിൽ അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചേഞ്ച് ആവാൻ പാടില്ല. അയാൾ അത് സീക്രട്ടായിട്ട് കോഡായിട്ട് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ മരണശേഷവും അതൊരാളെടുത്ത് അയാൾക്കത് വായിക്കാൻ സാധിക്കണം. ആ രീതിയിലായിരിക്കണം അത്. ഓക്കെ, അവിടെ നമുക്ക് ഡീക്രിപ്ഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ വില്ലിൽ ദർ ഈസ് നോ ചേഞ്ചസ് അപ്ലൈ, ഒരു ചേഞ്ചസ് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, തമ്പ് ഇംപ്രഷനാണ് വെക്കുക, അല്ലേ, ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ടുള്ളതാണ് ചെയ്യുക. അതാണ് മെസ്സേജ് ഡൈജസ്റ്റ് എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ വൺ ക്യാൻ ചേഞ്ച് ദ ഫിംഗർ പ്രിൻ്റ്. ആ ആളുടെ ഫിംഗർ പ്രിൻ്റ് ഒരാൾക്കും വരില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ തിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിലൊരിക്കലും ഒരു ചേഞ്ചസ് നമുക്ക് വരാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ടു പ്രിസർവ് ദ ഇൻറ്റഗ്രിറ്റി. അത് ഒരു എക്സാമ്പിളാണ്. ആ ഫിംഗർ പ്രിൻറ്റിന് ഈക്വലൻ്റ് ആയിട്ട് കുറച്ച് ഇലക്ട്രോണിക് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കും. To prevent the integrity of a message, the message is passed through an algorithm. ഒരു അൽഗോരിതം ത്രൂ നമ്മൾ ഇൻറ്റഗ്രിറ്റി പാസ് ചെയ്യുന്നതിന് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫങ്ഷൻ എന്ന് പറയും. The function creates a compressed image of the message called digest. നമ്മൾക്ക് ആ ഫങ്ഷൻ എന്ത് ചെയ്യും, ഒരു ഇമേജിൻ്റെ കംപ്രസ്ഡ് ഫോം ക്രിയേറ്റ് ചെയ്യും. അതിന് നമ്മൾ ഡൈജസ്റ്റ് എന്നാണ് പറയുക. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ലൈക്ക് ഫിംഗർ പ്രിൻറ്റ്. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് പോലെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ വർക്കിംഗ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരെണ്ണം പാസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു ഫിംഗർ പ്രിൻറ്റ് പാസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ കൂടെ ഡൈജസ്റ്റ് ഫോം പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിസീവറിൻ്റെ കയ്യിൽ റിസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് സെൻഡർ അഗെയിൻ സെൻഡ് ദ ഡൈജസ്റ്റ്, വീണ്ടും ഡൈജസ്റ്റ് പാസ് ചെയ്യും. അപ്പോൾ ദിസ് റിസീവർ ക്യാൻ ചെക്ക് വെദർ ദ ന്യൂ വൺ ആൻഡ് ദ ഓൾഡ് വൺ ആർ സെയിം ആണെങ്കിൽ മാത്രം ദേ വിൽ ആക്സെപ്റ്റ്, അതർവൈസ് ദേ വിൽ റിജക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇത് ഹാഷ് ഫങ്ഷൻ, അതായത് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2 പേർ പറയുന്നത് ഡോക്യുമെൻറ്റ് ഓർ ഫിംഗർ പ്രിൻറ്റും മെസ്സേജ് ഡൈജസ്റ്റ്. ബോത്ത് ആർ സിമിലർ, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിൽ ഡോക്യുമെൻറ്റും ഫിംഗർ പ്രിൻറ്റും ഫിസിക്കലി ഒരുപോലെയാണ്. പക്ഷേ മെസ്സേജ് ഡൈജസ്റ്റും ഒരിക്കലും ഫിസിക്കലി ഒരുപോലെ അങ്ങനെ ഒന്നിച്ച് സെൻഡ് ചെയ്യാം. പക്ഷേ മെസ്സേജ് ഡൈജസ്റ്റും അൺലൈക്കാണ്. സോ ദേ മസ്റ്റ് സെൻഡ് സെപ്പറേറ്റ്ലി. Most importantly, the message digest need to save from changes. ഈ മെസ്സേജ് ഡൈജസ്റ്റ് അതായത് ചേഞ്ചസ് ഒന്ന് സേഫായിട്ട് വെക്കാനായിട്ട് നമ്മൾ ഡൈജസ്റ്റ് നീഡ്സ് ടു സേവ് ഫ്രം ചേഞ്ച് വരുന്നതിന് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി നിർത്തണം. ഓക്കെ, ഇനി ഹാഷ് ഫങ്ഷൻ.
A cryptographic hash function take a message arbitrary length and creates a message digest of the fixed length. അതായത് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആർബിട്രറി ലെങ്ത് വേരിയബിൾ ലെങ്ത്തിലുള്ള ഒരു സംഭവത്തിനെ ഫിക്സഡ് ലെങ്ത് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ഓൾ ഹാഷ് ഫംഗ്ഷൻ നീഡ് ടു ക്രിയേറ്റ് എ ഫിക്സഡ് സൈസ് ഡൈജസ്റ്റ്, നോട്ട് വേരിയബിൾ സൈസ് മെസ്സേജസ്. വേരിയബിൾ സൈസിലുള്ള മെസ്സേജസ് അല്ല അവിടെ ആവശ്യം, ഫിക്സഡ് ലെങ്ത്തിലുള്ള ഡൈജസ്റ്റ്, അതായത് കംപ്രസ്ഡ് മെസ്സേജ് ആണ് അവിടെ ആവശ്യം. അത് വേരിയബിൾ സൈസിലുള്ളതിനെല്ലാം എന്ത് ചെയ്യും, ഫിക്സഡ് സൈസായിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നെസസറി നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് സെൻഡ് ചെയ്യും. ഈ ഫിക്സഡ് സൈസിലുള്ളതിനെ നമ്മൾ റെഫർ ചെയ്യുന്നത് കംപ്രഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഫിക്സഡ് സൈസ് ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് റെഫേർഡ് ടു ആസ് കംപ്രഷൻ ഫംഗ്ഷൻ. ഇറ്റ് കംപ്രഷൻ അത് എൻ സ്ട്രിങ്സ് ആണ് ടു ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എം സ്ട്രിങ്സ്, അതായത് ടു കംപ്രസ് എൻ സ്ട്രിങ്സ് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എം നമ്പർ ഓഫ് സ്ട്രിങ്സ്, എം ബിറ്റ് നമ്പർ ഓഫ് സ്ട്രിങ്സ് നമുക്ക് കിട്ടും. അത് അതിനേക്കാളും കുറവാണെന്നുള്ളതാണ് അർത്ഥം കേട്ടോ, കൂടുതലല്ല. വെൻ എൻ ഈസ് നോർമലി ഗ്രേറ്റർ ദാൻ എം. എൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 100 എണ്ണം കൊടുത്തിട്ട് നമ്മൾ അതിനെ കംപ്രസ് ചെയ്യാൻ പറഞ്ഞാൽ അത് 100 എണ്ണം കംപ്രസ് ചെയ്ത് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു 50 എണ്ണമൊക്കെ ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ എൻ എന്നുള്ള നമ്പർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എം. ഓക്കെ, ഈ സ്കീമിനെ നമ്മൾ എന്ത് പറയും, ഐട്രേറ്റഡ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്നാണ് പറയുക. ഐട്രേറ്റഡ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ. ഇനി ഹാഷ് ഫംഗ്ഷൻ ഡിസൈൻ, ഒരുപാട് ഹാഷ് ഫംഗ്ഷൻസ് ആണ്. റോൺ റിവേഴ്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെവലപ്പർ, റോൺ റിവേഴ്സ്റ്റ് RSA എന്ന് പറഞ്ഞില്ലേ ഓൾറെഡി, റോൺ റിവേഴ്സ്റ്റ് എന്ന് പറയുന്ന ആൾ അതുമാതിരി സയൻറ്റിസ്റ്റ് ഒരുപാട് തരത്തിലുള്ള ഹാഷ് ഫംഗ്ഷൻ അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. MD2, MD4, MD5. MD മീൻസ് മെസ്സേജ് ഡൈജസ്റ്റ്. MD4ൻ്റെ അഡ്വാൻസ്ഡ് സ്ട്രെങ്തൻഡ് വേർഷനാണ് MD5 എന്ന് പറയുന്നത്. അതെന്ത് വെച്ചെങ്കിൽ ഇതിനകത്ത് എന്താ നടക്കുന്നത് വെച്ചെങ്കിൽ, ദ മെസ്സേജസ് ആർ ഡിവൈഡഡ് ഇൻ ടു ബ്ലോക്സ് ഓഫ് 512 ബിറ്റ്സ്. 512 ബിറ്റുള്ള ബ്ലോക്സ് ആയിട്ട് മെസ്സേജിനെ ഡിവൈഡ് ചെയ്യും. ആൻഡ് ക്രിയേറ്റ് 128 ബിറ്റ് ഡൈജസ്റ്റ്. ആ മെസ്സേജസിനെ 512 ബിറ്റുള്ള മെസ്സേജസിനെ 128 ബിറ്റ്സുള്ള ഡൈജസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡൈജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് മെസ്സേജ് ആണ്. ഓക്കെ, ഇൻ ടേൺസ് ഔട്ട് ഹൗ ദ മെസ്സേജ് ഡൈജസ്റ്റ് ഓഫ് സൈസ് ഈസ് 128 ബിറ്റ്സ് ടു അങ്ങനെ 128 ബിറ്റ്സ് ആകുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇസ് ടു സ്മോൾ ടു അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യാനേക്കാളും വളരെ ചെറുതായിട്ടായിരിക്കും അങ്ങനെ ആവുന്നത്. ഓക്കെ, ഇത് ഒരു US നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ഡെവലപ്പ് ചെയ്തിട്ടുള്ള അൽഗോരിതമാണ് ഹാഷ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റിയിൽ വരുന്നത്. ഇനി അടുത്തത് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഫോർമാറ്റ് ചേഞ്ച് ആവാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇതാണ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഈ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞത്, മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എൻഷുവർ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മെസ്സേജ് ആൻഡ് ദ ഡാറ്റ ഒറിജിൻ, അതാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. That the message is from the original sender, not from somebody else. We need to include a secret shared by the original sender and the receiver. In this process, we need to create a message authentication code, MAC. അതാണ് MAC. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് ചേഞ്ച് ആവാണ്ട് പോവുക എന്നുള്ളതാണല്ലോ ഇൻറ്റഗ്രിറ്റി. ആ ഇൻറ്റഗ്രിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്ന ആളാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ സെൻഡർ തന്നെയാണോ സെൻഡ് ചെയ്യുന്നത്, കറക്റ്റ് ഫോർമാറ്റിലാണോ സെൻഡ് ചെയ്യുന്നത്, അതായത് നമ്മളായിട്ട് ബന്ധമില്ലാത്ത സംബഡി എൽസ് ആണോ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് യൂസ് ചെയ്യും, MAC എന്നുള്ള കോഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുക വെച്ചെങ്കിൽ, ആദ്യം ഹാഷ് ഫംഗ്ഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളൊരു കംപ്രസ്ഡ് മെസ്സേജ് ഡെവലപ്പ് ചെയ്യും. ഈ മെസ്സേജിൻ്റെ കൂടെ MAC എന്നുള്ളത് ഡെവലപ്പ് ചെയ്തിട്ട്, MAC എന്നുള്ള കോഡ് ഡെവലപ്പ് ചെയ്തിട്ട് ഇൻസെക്യൂർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് വഴി ഡാറ്റ സെൻഡ് ചെയ്യും.
ഡാറ്റ സെൻഡ് ചെയ്ത് റിസീവർ സൈഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തും. ആ മാക്കിനെ സ്റ്റോർ ചെയ്ത് വെക്കും. മാക്കും മെസ്സേജൊക്കെ സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ദേ ആർ വെയിറ്റിംഗ് ഫോർ അനദർ മാക്ക് ഫ്രം സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും ഒരു മാക്ക് എന്നുള്ള മാക്ക് വരുന്ന വരെ, മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ആ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ടൈം വരുന്ന മാക്കിൻ്റെ കൂടെ മെസ്സേജ് പ്ലസ് മാക്ക് പ്ലസ് കീ ഉണ്ടായിരിക്കും, സീക്രട്ട് കീ ഉണ്ടായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ മാക്കും ഓൾറെഡി വന്നിട്ടുള്ള, അതായത് ന്യൂ ആയിട്ട് വന്നിട്ടുള്ള മാക്കും ഓൾഡ് ആയിട്ടുള്ള മാക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ദേ ആർ സിമിലർ ആണെങ്കിൽ എന്താണ്, അവർ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഹാഷ് ഫങ്ഷൻ ഓഫ് K+M, അതായത് കീ പ്ലസ് മാക്ക് എന്നുള്ളതാണ് രണ്ടാമത് വരുന്നത്. അത് വന്നു കഴിഞ്ഞാലാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള മാക്കും കൂടെ കമ്പയർ. ഇഫ് 2 MAC മാച്ചസ് ദെൻ ദ മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റ് ആൻഡ് ഹാസ് ബീൻ മോഡിഫൈഡ് ബൈ എൻ അഡ്വൈസറി. ആവശ്യത്തിനനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മെസ്സേജ് ഇൻറ്റഗ്രിറ്റിയും മെസ്സേജ് ഓതൻറ്റിക്കേഷനും. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം.